ദിയ ഗൗഡ എന്ന ഖദീജ നിരവധി അശ്ലീല വെബ് സീരീസുകളിൽ ദിയ അഭിനയിച്ചിട്ടുണ്ട്. ഒരു വർഷം മുൻപ് വരാപ്പുഴയിൽ വെച്ച് 4 വയസ്സുള്ള മകനെ കൊലപ്പെടുത്തി ദിയയുടെ ഭർത്താവ് ജീവനൊടുക്കിയിരുന്നു. സംഭവത്തിന് കാരണം കുടുംബ പ്രശ്നങ്ങളെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളി പോർട്ടലുകളുടെ സ്ഥാപക എഡിറ്ററായ ഷാജൻ സ്കറിയയെ ദിയ ഒരിക്കൽ കബളിപ്പിച്ചിരുന്നു. പിണറായി വിരുദ്ധ വാർത്തകൾ നൽകാത്ത ഒരു ദിവസം പോലും ഷാജൻ സ്കറിയയ്ക്കുണ്ടായിരുന്നില്ല. ആ വാർത്തകളാണേൽ തീർത്തും ജാഗ്രതയോടെയായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത്. അദ്ദേഹത്തെ പിടിച്ച കിടുവായിരുന്നു ദിയ ഗൗഡ. പിന്നീട് നടിയുടെ ഭർത്താവ് മരിച്ച വാർത്ത നൽകിയപ്പോൾ ഷാജൻ സ്കറിയ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. തന്നെ നിർബന്ധിച്ചു അശ്ലീല വെബ് സീരീസിൽ അഭിനയിപ്പിച്ചെന്ന നടിയുടെ വാക്കിൽ തങ്ങൾ വീണുപോയെന്ന് പറയുകയുണ്ടായി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി വളർന്നുപോയ ഖദീജയെ എനിക്കറിയാവുന്നത് 1 വർഷം മുമ്പ് മറുനാടൻ്റെ ഓഫീസിൽ എത്തിയപ്പോഴാണ്. കണ്ണീരോടുകൂടിയായിരുന്നു ഖദീജ എന്നെ തേടിയെത്തിയത്. പാൽപായസം എന്ന പേരിൽ ഒരു അശ്ലീല സിനിമയിൽ താൻ അറിയാതെ തന്നെ നിർബന്ധിപ്പിച്ച് അഭിനയിപ്പിച്ചു എന്നായിരുന്നു ഖദീജയുടെ പരാതി. ഖദീജയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും വലിയ തോതിൽ ആക്രമണമുണ്ടാവുകയും അതിന് പേരിൽ മനോരമയിൽ വാർത്ത വരികയും ചെയ്ത കാലത്താണത്. ആ വീഡിയോ കണ്ടാൽ ആ പെൺകുട്ടി ആരെങ്കിലും ചതിയിൽപ്പെടുത്തിയതാണെന്ന് മനസ്സിലാകുമായിരുന്നില്ല. നീലച്ചിത്രത്തിൽ അഭിനയിക്കുന്നത് പോലെ ഒരു സാഹചര്യം. ഖദീജ എന്നോട് പറഞ്ഞത് ചതിയിൽപ്പെട്ടതാണെന്നും ന്യൂഡിറ്റി എന്ന വാക്കിന്റെ അർത്ഥം പോലും തനിക്കറിയില്ലായിരുന്നെന്നും താൻ അങ്ങനെയൊന്നും അഭിനയിച്ചിട്ടില്ല എന്നുമാണ്. അന്ന് പല ഓൺലൈൻ ചാനലുകളിൽ ഈ നടി എത്തുകയും ഇരവാദമുയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇതൊക്കെ വെബ് സീരീസ് പ്രൊമോഷനായിരുന്നു എന്നത് പിന്നീടാണ് എല്ലാവർക്കും ബോധ്യമായത്. നടിയാകട്ടെ 100% ന്യൂഡിറ്റിയായി അഭിനയിക്കാൻ തുടങ്ങി. ജാഗ്രതയോടെ വാർത്തകൾ നൽകിയിരുന്ന മറുനാടൻ ഷാജൻ സ്കറിയയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അമളിയായിരുന്നു അന്ന് ഈ സൗജന്യ പ്രൊമോഷൻ. അന്ന് മറുനാടൻ മലയാളി ചെയ്തിരുന്ന വീഡിയോയിൽ ദിയ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു. അപ്പൊ ഇവരൊക്കെ എന്താ വന്നിരിക്കുന്നത്, പക്ഷെ അവരെ പോലെ അല്ലല്ലോ, നീ ഒരു നടിയല്ലേ, അപ്പൊ നിന്റെ വില നീ കളയാൻ പാടില്ല ഭർത്താവ്. അപ്പൊ അവൻ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നതുകൊണ്ടാണ്. പക്ഷെ അതെനിക്ക് അപ്പം അറിയില്ലായിരുന്നു. അത് കാരണം ആളെ കൊണ്ടുവരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. എനിക്ക് അവിടെ ഒറ്റയ്ക്ക് അവരോട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ല അവിടെ. നീ എന്തിനാ പിന്നെ സൈൻ ചെയ്തത്? അപ്പം എന്നോട് സൈൻ ചെയ്യണേ മുന്നേ ഞാൻ ചോദിച്ചു. എനിക്ക് എഴുതാനും വായിക്കാനും അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിതൊന്ന് വായിച്ചതാ, എനിക്ക് അറിയത്തില്ല ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ എന്നെ കൊണ്ടുവന്ന എറണാകുളക്കാരനുണ്ട്, രാജേഷ് എന്ന് പറയും. അവന് 60,000 രൂപയ്ക്ക് വേണ്ടി എന്നെ കൊണ്ടുവന്ന് കൊടുത്തത്. അതൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അവൻ എന്നെ അവിടെ കൊടുത്ത് 60,000 രൂപ കിട്ടും. അതിനാണ് അവൻ ചെയ്ത കളിയാണിത്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞത് വായിച്ചിട്ട്, മോളെ ഇതിലൊന്നുമില്ല, ഏട്ടന്റെ ഒരു ഇതായിരുന്നു അന്ന് എനിക്ക് തന്നത്. ഞാനും ഏട്ടാന്നാ വിളിച്ചിരുന്നത്. ഏട്ടന്റെ മോള് പേടിക്കണ്ട, ഇതില് മോള് വേറെ പ്രോജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേപ്പർ അത്രയേ ഉള്ളൂ, അതല്ലാണ്ട് ഇതിന് വേറെ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അത് വിശ്വസിച്ചു. എനിക്ക് അതിന്റെ താഴെ നമ്മുടെ അഡ്രസ്സ് എഴുതി വേണം ഒപ്പിടാൻ. ഞാൻ ഏട്ടാ എനിക്ക് അഡ്രസ്സ് എഴുതാൻ അറിയത്തില്ല. അപ്പൊ എന്റെ ആധാർ മേടിച്ചിട്ട് അങ്ങേര് തന്നെ അഡ്രസ്സ് എഴുതി അതിന് താഴെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അന്ന് ആ വെബ് സീരീസ് സംവിധായകയായിരുന്ന ലക്ഷ്മി ദീപ്ത ഇന്ന് അശ്ലീല സീരീസുകളിൽ അഭിനയിച്ചു തുടങ്ങിയിരിക്കുന്നു. കോടികളുടെ പ്രൊമോഷൻ ഫ്രീ ആയി ലഭിക്കാനിടയാക്കിയത് സംവിധായക ലക്ഷ്മി ദീപ്തയുടെ നേതൃത്വത്തിലുള്ള പ്ലാൻ ആയിരുന്നു എന്നത് തിരിച്ചറിയാൻ ഇവർക്കൊന്നും സാധിച്ചില്ല. കേരളത്തിൽ അശ്ലീല സൈറ്റുകൾക്ക് പ്രൊമോഷൻ നൽകാതിരിക്കാൻ ഇനിയെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങൾ ജാഗ്രത പുലർത്തുമെന്ന് നമുക്ക് കരുതാം.